ഹായ് ഹലോ മുത്തുമണികളെ, എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എപ്പോഴും നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും ഒക്കെ തന്നെയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളതെന്ന് അല്ലേച്ചു മോളെ. അപ്പോൾ ഇന്നിപ്പോൾ ഉണ്ടാക്കണതെന്ന് പറഞ്ഞാൽ കുറച്ച് കപ്പ വാങ്ങിയിട്ടുണ്ടായിരുന്നു, ചിക്കനും. അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നും കാണിക്കണമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്താ പറയുക, കപ്പ ഉണ്ടാക്കണം, പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കണം, ഇതൊക്കെ തന്നെയാണ്. ഇതൊന്നും ഉണ്ടാക്കണം അതിൻ്റെ ഡീറ്റെയിൽ ഒന്നും കാണിക്കണില്ല കേട്ടോ. എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കണമെങ്കിലാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കേണ്ട ആവശ്യം. ഇതിപ്പോൾ അങ്ങനെയൊന്നും അല്ല, പക്ഷേ നമ്മുടെ എന്നാലും കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണോ, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വൈകുന്നേരത്താണ് കേട്ടോ, അത് വൈകുന്നേരത്തെയാണ് ഉണ്ടാക്കുന്നത്. റീഡിംഗ് ഒക്കെ എടുക്കാൻ വേണ്ടി പോയി വന്നതിന് ശേഷം ഞാൻ നോക്കുമ്പോൾ ചോറ് രാവിലെ വെച്ചത് കുറച്ച് കുറവായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം 2 ദിവസം മുന്നേ കുറച്ച് കപ്പ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ചിക്കൻ്റെ കൂടെയൊക്കെ എപ്പോഴും ചോറൊക്കെ എല്ലാവർക്കും ഇഷ്ടമുണ്ടാവില്ല അല്ലേ, വേറെ എന്തെങ്കിലും ചപ്പാത്തിയോ അതുപോലെ തന്നെ അല്ലെങ്കിൽ വല്ല പിന്നെ മന്തി റൈസ് ഉണ്ടാക്കിയോ അങ്ങനെയൊക്കെയാവും ഇഷ്ടം, ബിരിയാണിയോ നെയ്ച്ചോറോ അങ്ങനെയൊക്കെ. അപ്പോൾ ഞാനോർത്തുന്ന കപ്പ ഉണ്ടാക്കാം, ചിക്കൻ കറി ഉണ്ടാക്കാം. അപ്പോൾ അതിനുള്ള ഓരോ സാധനങ്ങളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചിക്കൻ അവിടെ കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചതാണ്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഇതാ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കുപ്പിയിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ച് വെച്ചാൽ വെള്ളം കുടിക്കാനൊരു എന്താ പറയുക ഇൻട്രസ്റ്റാണ്. പാത്രത്തിലിരിക്കുകയാണെങ്കിൽ അവിടെ പോയി ഗ്ലാസ് എടുത്ത് ഒഴിച്ച് അങ്ങനെ കുടിക്കാൻ എന്തോ മടി തോന്നും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അങ്ങനെ? നമ്മളെപ്പോഴും ബോട്ടിൽ ഇങ്ങനെ വെള്ളം വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളങ്ങനെ കേട്ടോ, ബോട്ടിൽ വെള്ളം നിറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇൻട്രസ്റ്റാണ് എല്ലാവർക്കും വെള്ളം കുടിക്കാൻ. അപ്പോൾ രാവിലെ തന്നെ പിന്നെ ആ ഒരു പണി ചെയ്ത് വയ്ക്കും. 2-3 ബോട്ടിൽ ഇങ്ങനെ വെള്ളം, കരിങ്ങാരി വെള്ളമാണ്, തിളപ്പിച്ച വെള്ളം, രാത്രി വെള്ളം തിളപ്പിക്കും. അപ്പോൾ രാവിലത്തേക്ക് കുറച്ച് തണുത്തിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അതങ്ങനെ കുപ്പിയിൽ വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കും കേട്ടോ. എന്നിട്ട് അങ്ങനെ കുടിക്കുക. അപ്പോൾ കുടിക്കാനൊന്നും കൂടെ ഇൻട്രസ്റ്റാണ് കുപ്പിയിലാക്കി വെച്ചാൽ. അപ്പോൾ നമ്മൾ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. ചിക്കൻ ഞാൻ എപ്പോഴും പിന്നെ പൊട്ടിക്കൽ വീട്ടിലാണെങ്കിലും എനിക്ക് ചിക്കൻ നല്ല കറി പോലെ ആവണം. അതെന്താണെന്ന് വെച്ചാൽ കഷ്ണത്തിനോട് വലിയൊരു താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ആ ഒരു കറിയാണ് എപ്പോഴും ഇഷ്ടം കേട്ടോ. അപ്പം അമ്മ എപ്പോഴും പറയാം എനിക്ക് കുറേ എന്താ പറയുക 1-2 വെള്ളത്തിലാണ് കറി പിന്നെ വെക്കണം ചിക്കനൊക്കെ എന്ന് പറയും. എല്ലാവർക്കും മക്കൾക്കാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും ഒക്കെ ഇങ്ങനെ വരട്ടിയെടുക്കണതാണ് ഇഷ്ടം. വരട്ടിയെടുക്കണത് ഇഷ്ടമല്ല എന്നല്ല പറയണത്, പക്ഷേ ഈ കപ്പേൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ലപോലെ കറി വേണം. അതിൻ്റെ ആ പീസിനോട് വലിയ താല്പര്യം ഉണ്ടാവില്ല. അപ്പം ഞാൻ ഇന്ന് നല്ല പോലെ കറിയായിട്ടാണ് വെക്കാൻ പോണത് കേട്ടോ. അപ്പോൾ ഇവിടെ വരെ 2 മിക്കവാറും അതിൻ്റെ ആ പീസ് മാത്രം എടുക്കും, തിരഞ്ഞെടുക്കും, അങ്ങനെയാവും ചെയ്യും. ഇവർക്കൊന്നും കപ്പേൻ്റെ കൂടെ അങ്ങനെ കിച്ചുമോൾ പിന്നെയും കറി ഒഴിക്കും. തത്ത കറി ഒഴിക്കുകയില്ല. തത്ത ആ ഒരു സ്പൂൺ വെച്ചിട്ട് പീസ് മാത്രം അങ്ങനെ എടുക്കും. എന്നിട്ട് അതിൽ കുറച്ച് കറി എന്തെങ്കിലും ആവുകയാണെങ്കിൽ അത് വീണ്ടും ഒഴിക്കാൻ ഒഴിച്ചിട്ട് അങ്ങനെയൊക്കെ എടുക്കുക. അപ്പോൾ അത്യാവശ്യം കുറച്ച് കറിയോടെയാണ് ഞാൻ വെക്കണത്. കപ്പേൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ല കറി വേണം. അങ്ങനെയാണ് കേട്ടോ. പിന്നെ ഇപ്പം എന്തൊക്കെയാണ്, അപ്പോൾ ഇതൊക്കെ തന്നെയാണ് വിശേഷങ്ങൾ പറഞ്ഞത്. പിന്നെ നമ്മുടെ നസീർ ബ്രോ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നോമ്പിൻ്റെ റംദാൻ്റെ സ്പെഷ്യൽ എന്തെങ്കിലും റെസിപ്പി ചെയ്യുമോ എന്നുള്ളത് കേട്ടോ. രാവിലെയും വൈകുന്നേരം റീഡിങ് എടുക്കാൻ പോണതുകൊണ്ട് പിന്നെ ഉച്ചയ്ക്ക് വരുമ്പോൾ അങ്ങനെ ഒരു സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടാക്കാനുള്ളൊരു മൂഡൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ വരും, ഉച്ചയാകുമ്പോൾ വരും, എന്നിട്ട് ഫുഡ് കഴിക്കും, കുറച്ച് നേരം ഒന്നിരിക്കും, അല്ലെങ്കിൽ ഷോർട്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഡിറ്റ് ചെയ്യും, അങ്ങനത്തെ എന്തെങ്കിലും ആയിരിക്കും കേട്ടോ. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാണ്ടാവും. പിന്നെ ഒന്ന് വീണ്ടും അതിനുശേഷം റീഡിങ് എടുക്കാൻ വേണ്ടിയിട്ട് പോവും. അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് ഒരു എന്താ പറയുക സ്പെഷ്യൽ ഐറ്റംസ് ഒന്നും ഉണ്ടാക്കാത്ത. പിന്നെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ അതിന് കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങുകയൊക്കെ വേണമല്ലോ. അപ്പോൾ അങ്ങനെയൊന്നും, അതുകൊണ്ടാണ് ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നത് പഴയ നമ്മുടെ വീഡിയോസൊക്കെ എടുത്താലറിയാം, ഇപ്പോഴത്തെ കുറേ മുമ്പത്തെ കേട്ടോ. അന്നൊക്കെ അങ്ങനെ കുക്കിങ്ങിൽ ഓരോന്നും എപ്പോഴും പരീക്ഷണമായിരുന്നു, എപ്പോഴും അങ്ങനെ ചെയ്യുമായിരുന്നു. അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിൻ്റെ അതായത് യൂട്യൂബിൽ നിന്ന് സെർച്ച് ചെയ്തിട്ട് നമ്മൾ അതുപോലെയൊക്കെ ഉണ്ടാക്കാൻ എപ്പോഴും ശ്രമിച്ച് നോക്കിയിട്ടുണ്ട് കുറേ മുമ്പത്തെ വീഡിയോസിലൊക്കെ. ഇപ്പോൾ പിന്നെ അങ്ങനെയൊന്നും ചെയ്യണില്ല. കുറേ മുമ്പൊക്കെ നമ്മൾ തുടക്കത്തിലൊക്കെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ പഴയത് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. ഞാൻ കപ്പ വെച്ചിട്ട് കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ അറിയില്ല, കുറേ മുമ്പ്. ഇപ്പോൾ ആ ഒരു സമയത്ത് വരുമ്പോൾ എന്താ പറയുക അതിനൊരു ഇൻട്രസ്റ്റും ഉണ്ടാവില്ല. ഇപ്പോൾ കിച്ചുമോൾ എന്നോട് വന്നിട്ട് എന്തോ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കിച്ചുകാർ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ. പിന്നെ അതുപോലെ തന്നെ ഈ കപ്പയും ചക്കയൊക്കെ വേവിക്കണേൻ്റെ, അതായത് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ നന്നാക്കി എടുക്കുമ്പോൾ തന്നെ പച്ചയ്ക്ക് തിന്നൊരു പരിപാടിയും കൂടി ഉണ്ട് കേട്ടോ. ചിലരൊക്കെ ഇങ്ങനെ പറയും ഈ ചക്കയും കപ്പയൊന്നും പച്ചയ്ക്കാണ് തിന്നാൻ പറ്റുള്ളൂ, വേവിച്ചിട്ട് തിന്നാൻ പറ്റുള്ളൂ, വയറിന് എന്തെങ്കിലും അസ്വസ്ഥ ഉണ്ടാവുമെന്നൊക്കെ പറയും. ദൈവം സഹായിച്ചിട്ട് കപ്പയാണെങ്കിലും ചക്കയാണെങ്കിലും നമ്മൾ എന്താ പറയുക പച്ചയ്ക്ക് അങ്ങനെ തിന്ന് ശീലിച്ചിട്ടുണ്ട് ചെറുപ്പം മുതലേ. അതുകൊണ്ട് തന്നെ വയറിന് അതൊന്നും കഴിച്ചു എന്ന് വിചാരിച്ചിട്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ. ചക്കയൊക്കെ ഞങ്ങൾ ചിലപ്പോൾ
ഇപ്പോൾ വരിക്കച്ചക്കയ്ക്ക് ഒരു ചക്ക ഫുള്ളും ആ കിട്ടുന്ന സമയത്ത് തന്നെ എപ്പോൾ ചക്ക കിട്ടിയാലും അപ്പം തന്നെ പൊട്ടിക്കല്ലിൽ നിന്നാണെങ്കിലും ഇപ്പോൾ ഇവിടെ ആണെങ്കിലും ചക്ക കിട്ടി ചുള പറിച്ച് മൊത്തത്തിൽ അങ്ങോട്ട് ഫ്രിഡ്ജിലേക്കാണ് വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ കുരു വേറെ ചുള വേറെ ആക്കിയിട്ടാണ് വെക്കും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കൂട്ടാൻ വെക്കണമെങ്കിൽ അതിനെടുത്ത് കൂട്ടാൻ വെക്കണേക്കാളും ഞങ്ങൾ പച്ചയാവും തിന്നാം. പൊട്ടിക്കല്ല് വീട്ടിൽ കഴിഞ്ഞ വർഷമൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ചക്ക കിട്ടിയിട്ടുണ്ട്. അതെല്ലാം ഞങ്ങൾ പച്ച അധികം തിന്ന് തീർത്തത്. കാരണം ഫ്രിഡ്ജിലേക്ക് വെക്കേണ്ടി വൈകുന്നേരം ആകുമ്പോൾ TV കണ്ടിട്ടിരിക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ പോയി ഓരോ കയ്യിൽ ഇങ്ങനെ എടുത്തിട്ട് വന്ന് തിന്നുക. അപ്പോൾ അങ്ങനെ പച്ചച്ചക്കയൊന്നും തിന്നാൽ അങ്ങനെ വലിയൊരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ. ഇനി ഇല്ലാതിരിക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ അതേപോലെ തന്നെയാണ് കപ്പ ഇങ്ങനെ നന്നാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ നന്നാക്കുകയും ചെയ്യും, വായിലേക്കും പോകും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ തൊലിയൊക്കെ കളഞ്ഞിട്ടൊന്ന് കഴുകി പിന്നെ അങ്ങനെ കൊത്തി ഇങ്ങനെ ഇടുകയാണ് കേട്ടോ. കഷ്ണങ്ങളാക്കി ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കി ഇങ്ങനെ കട്ട് ചെയ്തിടുകയാണ്. എന്നിട്ടൊന്നും കൂടെ കഴുകും. എന്നിട്ട് പിന്നെ നമ്മൾ കുക്കറിൽ വിസിലടുപ്പിച്ചെടുക്കണമല്ലോ, കുക്കറിൽ ജസ്റ്റ് വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചിലയിടത്ത് ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ കപ്പയൊക്കെ 2 പ്രാവശ്യമായിട്ട് വേവിക്കും. അതായത് കുറച്ച് ആദ്യം നല്ലപോലെ വെള്ളം ഒഴിച്ചിട്ട് വെള്ളം തിളച്ച് വരുന്ന സമയമാകുമ്പോൾ ആ വെള്ളം അങ്ങോട്ട് ഊറ്റിയിട്ട് പിന്നെ കുറച്ച് വെള്ളം കൂടെ ചൂടുവെള്ളം ഒന്നും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ഒന്നും കൂടെ വേവിച്ചെടുക്കും. കട്ട് കളയാൻ വേണ്ടി അങ്ങനെ എന്താണ് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണ കണ്ടിട്ടുണ്ട്. നമ്മളിവിടെ ഒറ്റ പ്രാവശ്യം വെള്ളം ഒഴിച്ചിട്ട് അതിങ്ങനെ തിളച്ച് വരുന്നതോട് കൂടെ തന്നെ നമ്മളെ കപ്പയും വെന്ത് വരാൻ തുടങ്ങിയിട്ടുണ്ടാവും. പിന്നെ 2 പ്രാവശ്യമായിട്ട് അങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വേവിക്കലൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു ബോറടിപ്പിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. കാണിച്ചു തരാൻ അങ്ങനെ പ്രത്യേകിച്ച് എന്താ പറയുക സൂം ചെയ്ത് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. വിചാരിച്ചേന്നല്ലോ കപ്പയും ചിക്കൻ കറിയാണ് ഉണ്ടാക്കണത്. അത് നോർമലാണ്, സാധാരണ ഒരു ചിക്കൻ കറിയും കപ്പയാണ്. അതുകൊണ്ടാണ് അതിൽ പ്രത്യേകിച്ചൊന്നും ഞാൻ എടുത്ത് കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ നമ്മുടെ നസീർ ബ്രോ പറഞ്ഞ പോലെ എന്തെങ്കിലും സ്പെഷ്യൽ ചെയ്യാൻ നോമ്പ് തീരുന്നതിനിടയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ചെയ്യണ്ട കേട്ടോ, ചെയ്തിരിക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ചെറിയ നമ്മളെന്തെങ്കിലും നമുക്ക് മനസ്സിന് എന്തെങ്കിലും വിഷമങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ അങ്ങനെയാണ് കേട്ടോ. പ്രത്യേകിച്ച് അപ്പോൾ ഒരു വീഡിയോസൊന്നും എടുക്കാൻ തോന്നില്ല, വീഡിയോസ് എടുക്കാനുള്ളൊരു മൂഡ് ഉണ്ടാവില്ല, പിന്നെ ഒന്നിനും തോന്നില്ല. അങ്ങനെയൊക്കെ ഉള്ളൊരു പ്രത്യേക ആളാണ്. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാവും. എന്തെങ്കിലും നമ്മുടെ മനസ്സിന് എന്തെങ്കിലും അലട്ടണ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ, ഫിനാൻഷ്യലി ആണെങ്കിലും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമുക്കുണ്ടെങ്കിൽ നമുക്കപ്പോൾ ഒന്നും ചെയ്യണതിൽ ഞാൻ അങ്ങനെയാണ്. അപ്പോൾ ഒന്നിലും അങ്ങോട്ട് ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റൂല. അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ തന്നെ ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കണോ, ഒന്നും സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കണില്ലല്ലോ. അപ്പോൾ ഞാൻ ഓർത്തു എന്നാലും ഒരാളാണെങ്കിലും ഇനിയിപ്പോൾ ഒരു 10 പേരെങ്കിലും കാണാനുണ്ടെങ്കിൽ അത് നമുക്കൊരു ഇഷ്ടമാണല്ലോ. ആ 10 പേർക്ക് കാണാൻ വേണ്ടിയിട്ടാണെങ്കിലും ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ഞാൻ എടുത്തത് കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്നുണ്ട് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും കാണിക്കാനില്ല. കുക്കിങ്ങൊക്കെ ആകുമ്പോൾ എപ്പോഴും നമ്മൾ വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യാൻ തന്നെ നമുക്കൊരു ഇഷ്ടമായിരിക്കും. എന്നും നമ്മുടെ അടുക്കളയിൽ ഇപ്പോൾ എന്താ അങ്ങനെ വെറൈറ്റി ആയിട്ടൊന്നും ഉണ്ടാക്കണില്ലല്ലോ. അതുകൊണ്ടാണ് ഇപ്പം ഡെയിലി വീഡിയോസൊന്നും ഞാൻ അപ്ലോഡ് ചെയ്യണില്ല തോന്നുന്നുണ്ട്. ലോങ് വീഡിയോ ഒന്നും ഡെയിലി ഞാൻ അപ്ലോഡ് ചെയ്യണില്ല. അപ്പോൾ എന്തായാലും നമ്മളെ കപ്പയൊക്കെ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഒക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് അടുപ്പത്ത് വെക്കണം. ചിക്കൻ കറി അവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് കറി കൂടുതലുണ്ടാവും, കുറച്ചൊന്ന് വറ്റി വരട്ടെ എന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ. ചിക്കൻ വേവാൻ ഒരുപാട് സമയമൊന്നും വേണ്ടല്ലോ, പക്ഷെ എന്നാലും ഒന്ന് കുറച്ച് വറ്റി വരട്ടെ. പിന്നെ അത് മാത്രമല്ല, ചിലപ്പോൾ ഈ വീഡിയോസ് കാണുമ്പോൾ ആരെങ്കിലും ചിലപ്പോൾ കമൻറ്റ് ഇടുന്നുണ്ടാവും കഴിഞ്ഞ ദിവസം പിന്നെ വീഡിയോസിൽ ഈ ഒരു നൈറ്റ് തന്നെ ആയിരുന്നല്ലോ എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് ഡെയിലി ഞാൻ വീഡിയോസ് എടുക്കണില്ല കേട്ടോ. ആ വീഡിയോ എടുത്തു കഴിഞ്ഞ് പിന്നെ എത്ര ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഈ എടുത്തത്. പിന്നെ അത് അപ്ലോഡ് ചെയ്യണേ പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് അപ്ലോഡ് ചെയ്യണത് കേട്ടോ. പിന്നെ എൻ്റെ കയ്യിൽ കോട്ടൻ്റെ നൈറ്റീസ് അങ്ങനെ കുറവാണ്. അധികം നമ്മൾ വർക്കിന് പോകുമ്പോഴൊക്കെ ഇടാനായിട്ട് ചുരിദാറാണ്. അപ്പോൾ അതുതന്നെയായിരിക്കും നമ്മൾ വീട്ടിലും അങ്ങനെ തന്നെയൊക്കെ ആയിരിക്കും ഇടുക. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നി കോട്ടൻ്റെ ഈ ഒരു നൈറ്റ് ഇടുമ്പോൾ ഭയങ്കര എന്താ പറയുക നല്ലൊരു സുഖമാണ് കേട്ടോ. നമ്മൾ ഈ ചൂടിൻ്റെ സമയത്ത് എപ്പോഴും കോട്ടൻ്റെ ഡ്രസ്സ് ഇടല്ലേ നല്ലത്. അപ്പോൾ ചുരിദാറുകളാണെങ്കിലും കോട്ടൺ അങ്ങനെ കുറവാണ്. അപ്പോൾ ഞാൻ ഈ ഒരു നൈറ്റ് ആയിരിക്കും അധികം ഞാൻ വീട്ടിൽ അതായത് കുക്കിങ്ങിൻ്റെ സമയത്തൊക്കെ ഇടുന്നത്. അപ്പോൾ നിങ്ങൾ കഴുകലില്ലേ, കഴുകലൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. ഇപ്പോൾ കഴുകിയാലും പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും, അതിനുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ കപ്പയൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചിക്കൻ അവിടെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കുറച്ച് അങ്ങനെ തണ്ണിമത്തൻ, ഞങ്ങൾ വത്തയ്ക്കാന്നാണ് ശരിക്കും പറയുക, തണ്ണിമത്തനൊന്നും പറയലില്ല കേട്ടോ, വത്തയ്ക്കാന്നാണ് പറയുക. അപ്പോൾ ഞാൻ മനസ്സിലാവില്ലെങ്കിലും വെച്ചിട്ടാണ് ഇങ്ങനെ പറഞ്ഞത്. തണ്ണിമത്തൻ വാട്ടർ മെലണൊക്കെ ഉണ്ടാവും, അതിങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഈ ഒരു പാത്രത്തിൽ ആക്കിയിട്ട് അടച്ചു വയ്ക്കും. അപ്പോൾ എപ്പോഴും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കണ്ടല്ലോ.
അപ്പോൾ ഞാനത് കുറച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളമാണല്ലോ ചെല്ലേണ്ടത്, വാട്ടർ കണ്ടൻറ്റ് എങ്ങനെയും ഉള്ളിലാക്കുക എന്നുള്ളതാണല്ലോ. അപ്പം മധുരം അല്ലെങ്കിലും മാക്സിമം അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കൂടുതൽ വെള്ളം എന്തായാലും നമ്മുടെ ശരീരത്തിലേക്ക് എത്തും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും ഇപ്പോഴത്തെ എനിക്കൊണ്ടിപ്പോൾ ചോറൊന്നും വല്ലാതെ ആർക്കും വേണ്ടി വരില്ല. ഫുഡ് പിന്നെ കഴിക്കണത് കുറവായിട്ട് ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളൊക്കെ ആയിരിക്കും എല്ലാവരും തന്നുകൊണ്ടിരിക്കല്ലേ. അപ്പം ഞാനും എന്താ പറയുക ഇതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോസൊക്കെ എടുക്കണത് കിച്ചുമോളാണ് കേട്ടോ. ചിലതൊക്കെ അവളാണ് എടുത്തു തരുന്നത്. അങ്ങനെ പിന്നെ മക്കളുടെ എക്സാമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. കിച്ചുമോൾക്ക് ഇനി കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ. അപ്പോൾ എക്സാം ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന കുട്ടികളും ഇനിയിപ്പോൾ എഴുതാൻ പോണ കുട്ടികൾക്കും നന്നായിട്ട് എക്സാമൊക്കെ എഴുതാൻ സാധിക്കട്ടെ, നന്നായിട്ട് പഠിക്കാനും പഠിച്ച കാര്യങ്ങളൊക്കെ എന്താ പറയുക അവരെ മെമ്മറിയിൽ നിൽക്കാനൊക്കെ എന്താ പറയുക എല്ലാവർക്കും വിജയാശംസകൾ നേരുകയാണ് കേട്ടോ. പിന്നെ തത്തമോൾക്ക് പിന്നെ ഒരു എക്സാം കഴിഞ്ഞു. ഇനി അടുത്തത് കുറേ ഗ്യാപ്പ് വരുന്നുണ്ട്, ഡിസ്റ്റൻസൊക്കെ അവർക്ക് വരുന്നുണ്ട്. കാരണം എന്താ പറയുക പഠിക്കാനുള്ള ലീവും കാര്യങ്ങളും നന്നായിട്ടുണ്ട്. കുട്ടികളത് എന്താ പറയുക മാക്സിമം പഠിച്ചാൽ മതി. അങ്ങനെ പിന്നെ എന്താണ്, അതുപോലെ തന്നെ റമദാനിൽ ഈ നോമ്പെടുക്കുന്ന എല്ലാവർക്കും എല്ലാ നോമ്പുകളും കംപ്ലീറ്റ് ചെയ്യാനുള്ള ആരോഗ്യം എല്ലാം കൊടുക്കട്ടെ. അപ്പോൾ അത് കഴിച്ചു. ഇനി പാത്രങ്ങളൊക്കെ കൊണ്ടുപോയിക്കട്ടെ. ഞാനത് വത്തയ്ക്ക കഴിച്ചതിൻ്റെ അടപ്പുണ്ടല്ലോ അതിലാണ് അതിൻ്റെ കുരു ഇങ്ങനെ എടുത്തിട്ട് പിന്നെ അത് കഴുകണം. കഴുകിയിട്ട് വീണ്ടും ആ പാത്രം തന്നെ അടച്ചു വയ്ക്കണം. അപ്പോൾ ഒന്ന് കഴുകട്ടെ കേട്ടോ. അപ്പോൾ ആ കിച്ചുമോൾക്ക് ചില സമയത്ത് ഇന്നെ ഭയങ്കര ഒരു കൊഞ്ചിക്കലാണ് കേട്ടോ. അപ്പോൾ അതാണ് അവിടെ കഴിഞ്ഞത്. അപ്പോൾ നമ്മളെ കറി ഏതായാലും നല്ല ഒരുപാട് കാര്യമൊന്നുമില്ല, കുറച്ചൊക്കെ ഞാൻ വറ്റിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ കറി നമ്മൾ ഏകദേശം അപ്പോൾ ഓഫ് ചെയ്തിട്ടോ, കുക്കിങ് കഴിഞ്ഞു. ഇനി ഇതാകണ കപ്പയിൽ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി അതൊന്ന് ഊറ്റിയെടുത്തിട്ട് പിന്നെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഉടയ്ക്കണതാണ് തത്തയ്ക്കൊക്കെ ഇഷ്ടം. അവർക്ക് അത് ഉടയ്ക്കണ തിക്കായിട്ടിരിക്കും. അവർക്ക് ഇങ്ങനെ പറയാം എന്താ കറി പോലെ ലൂസായിട്ടിരിക്കണം. പക്ഷെ അങ്ങനെ കപ്പേൻ്റെ കൂടെ അങ്ങനെ ടേസ്റ്റില്ല. അങ്ങനെ തിക്കായിട്ട് തന്നെ കപ്പ നല്ല ഉടച്ച് തിക്കായിട്ട് തന്നെ ഇരിക്കണം. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ അല്ലേ. ഇനിയിപ്പോൾ കറിയൊന്നും ഇല്ലെങ്കിൽ നമ്മൾ അന്ന് കഴിഞ്ഞ ദിവസം ചക്ക കൂട്ടാൻ ഉണ്ടാക്കിയ പോലെ കറിയൊന്നും ഇല്ലെങ്കിൽ പിന്നെ ഒരു ലൂസായിട്ട് വെള്ളം പോലെ അങ്ങനെ ഇരുന്നാലും നമുക്ക് അങ്ങനെ തിന്നാനൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ ഒന്ന് വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് ഉടച്ചെടുക്കണം. അങ്ങനെ ഗൈസ് പിന്നെ അതാ നമ്മളെ ഫൈനലി കപ്പയൊക്കെ നമ്മൾ ഉടച്ച് വെച്ചു. കറിയൊക്കെ ഉണ്ട്. അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് കാപ്പി, നല്ല ചൂട് കാപ്പി, കപ്പ, ചിക്കൻ കറി. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ, സീ യു.